എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗൾഫിലുള്ള പല ആളുകളെയും യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ വിളിക്കുമ്പോൾ ഞാനൊരു യുവാവിനോട് സംസാരിച്ചു. എങ്ങനെയുണ്ട് കാര്യങ്ങൾ, മിസൈൽ പോകുന്നതും ഡ്രോൺ പോകുന്നതൊക്കെ കാണുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിസൈൽ പോകുന്നതും ഡ്രോണ് പോകുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം. ചിലതൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിത്തെറിച്ച് ചെറിയ ചില കഷ്ണങ്ങളൊക്കെ വീഴുന്നതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത് സാധനങ്ങളുടെ വില വർദ്ധിച്ചു എന്നുള്ളതാണ്. 2 രൂപയ്ക്ക് കിട്ടേണ്ട സവോള 7 രൂപയായി. അങ്ങനെ പല സാധനങ്ങൾക്കും, നിത്യോപയോഗ സാധനങ്ങൾക്ക്, ആഹാര സാധനങ്ങൾക്ക് ഒക്കെ വില വർദ്ധിച്ചു എന്നുള്ളതാണ് പ്രധാന കാര്യം. പിന്നെ അത് റേഷനായിട്ട് കൊടുക്കാനും തുടങ്ങി. കൂടുതൽ ഇങ്ങനെ മേടിച്ച് പൂഴ്ത്തി വെക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട്. കടകളിൽ ചെറിയ തുകയ്ക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ പൂഴ്ത്തി വെച്ച് വലിയ വിലയ്ക്ക് വിൽക്കുന്ന പരിപാടിയൊന്നും നടക്കുകയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം ആ യുവാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ദുബായിൽ നിന്നാണ് ഈ യുവാവ് പറയുന്നത്. യുവാവ് പറഞ്ഞു ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ കേരളത്തിലെ പോലെയല്ല. ഇവിടെ വില കൂടിയാൽ സാഹചര്യങ്ങൾ മാറി വരുമ്പം വില പിന്നെയും കുറയും. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കൂടിയ വില പിന്നെ കുറയുന്ന വിഷയമേ ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. അതായത് ആ യുവാവ് പറയുക, അവിടെ ചോദിക്കാനും പറയാനും ഭരിക്കുന്നവരുണ്ട്. ചില നിർണായക ഘട്ടം വരുമ്പോൾ സാധനങ്ങളുടെ വില കൂടാം. ഇപ്പോൾ ഗ്യാസ് കിട്ടാനില്ല. ഗ്യാസ് കിട്ടാനില്ലാത്തതിൻ്റെ പേരിൽ ഗ്യാസിന് വില കൂടാം. ഇവിടെ ഇപ്പോൾ ഗ്യാസ് കിട്ടാനില്ലെന്ന് പറഞ്ഞ് പോസ്റ്റ് ഓഫീസിൻ്റെ ഭാഗത്തൊക്കെ സമരം നടത്തുക ചിലവന്മാർ. വല്ല കാര്യമുണ്ടോ? ഞാൻ പറയുന്നത് ഇവന്മാരെ എല്ലാം കൂടെ കയറ്റി ഒരു കപ്പലെ കയറ്റി ഇപ്പോൾ ഇറാനിലോട്ട് വിടണം. എന്നിട്ട് വേണമെങ്കിൽ ആ ഇറാൻ ഭരണകൂടത്തോട് പറഞ്ഞാൽ മതി, ഇവിടുത്തെ കുറച്ച് ഗ്യാസിന് വില കൂടിയെന്ന് പറഞ്ഞ് കുറച്ചെണ്ണം അങ്ങോട്ട് വരുന്നുണ്ടോ, ഒന്ന് കൈകാര്യം ചെയ്തേക്കാൻ പറഞ്ഞേക്കാമെങ്കിൽ ഒരു ഡ്രോൺ കൊണ്ടിട്ടാൽ യുവമാരുടെ ശല്യം തീരും. ഈ പോസ്റ്റ് ഓഫീസിൻ്റെ കീഴിലൊക്കെ ഇപ്പോൾ യുദ്ധമാണെന്ന് പോലും മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ്. ഇന്ത്യ ഗവൺമെൻറ് ഇതിനകത്ത് പോയി തലയിട്ടെന്നോ ഏതാണ്ടുള്ള രീതിയിലൊക്കെ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഒരു പരിധി വരെ യാതൊരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറേ ആൾക്കാർ കേരളത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം, ആ യുവാവ് പോലും പറയുക അവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന്. മലയാളിയായിട്ട് അങ്ങനെ പറയുക, ഇവിടെ ചോദിക്കാനും പറയാനും ഒരുത്തനും ഇല്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഭരിക്കുന്നവർക്ക് എന്നതാ ചോദിക്കേണ്ടതെന്ന് പോലും ഇവന്മാർക്ക് അറിയത്തില്ല. ചോദിക്കേണ്ടത് എന്നതാണെന്ന് ഇവന്മാർക്ക് അറിയത്തില്ലല്ലോ. ഒന്നാമത് കേരളത്തിന് പുറത്തേക്ക് പോയവർക്ക് ആ കേരളത്തിൻ്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാകുന്നത്. തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കോ മറ്റ് സ്റ്റേറ്റുകളിലേക്കോ ഒക്കെ പോയിട്ടുള്ളവർക്ക്, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളവർക്ക്, ഞാൻ പറയുന്നത് ഈ കേരളത്തിലെ അന്തംകമ്മികളെ എല്ലാം പിടിച്ച് കൊള്ളാവുന്ന വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം ജോലി ചെയ്ത് ജീവിക്കാൻ വിടണം. അന്നേരം അത് എങ്ങനെയാണ് അവിടെ സംസ്ഥാനം നടക്കുന്നതെന്നും അല്ലെ രാജ്യം നടക്കുന്നതെന്നും വികസിക്കുന്നതെന്നൊക്കെ ഇവന്മാർക്ക് മനസ്സിലാവും. ഈ കോടി പിടിച്ച് സകലമാന സംവിധാനം പൂട്ടിക്കുന്നവന്മാരെ എല്ലാം അവിടെയൊക്കെ കൊണ്ടുവിടണം. ഗൾഫിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കൻ രാജ്യങ്ങളിലോ ഒക്കെ എങ്ങനെയെങ്കിലും കൊണ്ടുവിടാമെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവും. ഒന്നുകിൽ ഇവിടുത്തെ മലയാളിക്ക് എല്ലാം അറിയാം, എന്നിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മലയാളി ഒന്നും അറിഞ്ഞില്ലാപ്പെട്ട് നടക്കുന്നു. അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിട്ട് സ്വയം ശപിച്ച് അങ്ങോട്ട് പോകുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ ക്രമീകൃതമാകണമെങ്കിൽ ശക്തമായ ഒരു ഭരണ സംവിധാനം ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇവിടെ ചിന്തിക്കുന്നത്, എത്രത്തോളം വില കൂട്ടി വിൽക്കുന്നുവോ അത്രത്തോളം GST അല്ലെങ്കിൽ കൂട്ടി വിൽക്കുന്നിടത്തോളം ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്ത. ഈ അരിയാണേലും ഗോതമ്പാണേലും പിന്നെ പൊടി ഐറ്റംസ് ആണേലും പയറാണേലും പരിപ്പാണേലും ഉഴുന്നാണേലും പാചക എണ്ണകളാണേലും ഇതൊക്കെ ഗവൺമെൻറ് മനസ്സ് വെച്ചാൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നേരിട്ട് വാങ്ങി പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ കൃത്യമായിട്ട് കൊടുത്താൽ വില പിടിച്ചു നിർത്താൻ പറ്റും. അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ റേഷൻ കടകളിൽ നമ്മൾ പോയാൽ മിനിമം വിലയ്ക്ക് നല്ല 1ാം ക്ലാസ് അരി കിട്ടും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പലരും വലിയ XUV 700 പോലെയുള്ള വണ്ടിയിലൊക്കെ റേഷൻ കടയിൽ വന്നിട്ടാണ് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ അവർക്കത് പ്രശ്നമല്ല. കാരണം ഉപയോഗിക്കാൻ കൊള്ളാവുന്ന നല്ല സാധനം റേഷൻ കട വഴി കൊടുക്കുക. പയറും പരിപ്പും അങ്ങനെയുള്ള സാധനങ്ങൾ, പച്ചക്കറി ഒഴിച്ച എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. ഇവിടുന്ന് വേണമെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികൾ ഒന്ന് പോയി കാണുന്നത് എപ്പോഴും നല്ലതാണ്. ഭരിക്കാൻ അറിയത്തില്ലെങ്കിൽ അതിനകത്ത് നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഒന്ന് പോയി കണ്ടു പഠിക്കുന്നതിൽ എന്താ കുറവ്? ഗൾഫിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ പലരും പറയുന്നു, അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ അവിടുത്തെ ഭരണാധികാരികൾ, അവിടുത്തെ രാജാവോ അല്ലെങ്കിൽ അവിടുത്തെ സുൽത്താൻ ജനത്തിന് ഇടവഴി വരും. അവിടുത്തെ സുൽത്താന്മാരോ രാജാക്കന്മാരോ ജനത്തിന് ഇടവഴി വരുമ്പം ഇവിടുത്തെ പോലെ ഓർഡറാ നാറിയെന്നൊന്നും പറയല്ല. അവിടെ അങ്ങനെ ഓടിക്കുന്ന പരിപാടിയൊന്നുമില്ല പോലീസുകാർ. ഇവിടുത്തെ രാജാക്കന്മാർ വരുമ്പോൾ ആ വഴി നിൽക്കുന്നവനെല്ലാം ഓടിക്കുന്നത് 10, 50, 100 വണ്ടി ഇങ്ങോട്ട് അലറി കുതിച്ച് വഴി നിൽക്കുന്നവനെല്ലാം അടിച്ച് ഓടിക്കുന്നത്.
കുറച്ച് പേര് കറുത്ത തുണിയായിട്ട് ചെല്ലും. കറുത്ത തുണി ആയുധമാണെന്നാണ് ഇപ്പോൾ കേരളത്തിൽ പറയുന്നത്. കറുത്ത തുണി അജ്ഞാത ആയുധം വെച്ച് പരിക്ക് പറ്റി മന്ത്രിക്ക്. അജ്ഞാത ആയുധം വെച്ച് പരിക്ക് പറ്റിയെന്നാണ് പറഞ്ഞേക്കുന്നത്. പണ്ട് ഒരു കോമഡി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു അജ്ഞാത രോഗം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ചോദിച്ചാൽ അത് എന്നാന്ന് ചോദിച്ചു. അത് അജ്ഞാതമായതുകൊണ്ട് അറിയാൻ മേലെന്ന് പറഞ്ഞു രോഗം. ഇത് പറഞ്ഞ പോലെ കറുത്ത തുണി എന്ന അജ്ഞാത ആയുധം വെച്ച് ഉപദ്രവിച്ചു, മന്ത്രിക്ക് പരിക്ക്. എന്നാൽ ഗൾഫിലൊക്കെ അവർ പറയുന്നു അവിടുത്തെ രാജാക്കന്മാർ, അവിടുത്തെ സുൽത്താന്മാർ, അവർ ജനക്ഷേമം അന്വേഷിച്ച് ജനത്തിനിടയ്ക്കൂടെ വരും. അവർ ജനങ്ങൾക്ക് എന്താണെന്ന്, അവരുടെ ആവശ്യം എന്താണെന്ന് അന്വേഷിക്കുന്നവരാ. അങ്ങനെയുള്ള ഭരണാധികാരികൾ കേരളത്തിലും വേണമെന്നാണ് ഞാൻ പറയുന്നത്. കുറേ രാജാക്കന്മാർ അലറി കുതിച്ച് പോകണമെന്നല്ല പറയുന്നത്. ജനദ്രോഹ നടപടികൾ അനുദിനം ചെയ്തു വെക്കുന്നത് പിന്നെയും കൂട്ടിക്കൊണ്ട് വരണമെന്നല്ല പറയുന്നത്. ഇവിടെ റിസോഴ്സസ് ഉണ്ട്, അത് ജനത്തിന് അനുകൂലമായിട്ട് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഭരണാധികാരികളോട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. എന്താണ് ഇവിടുത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിശ്ചയ മാനദണ്ഡം? ഉൽപ്പാദകന് ലഭിക്കുന്ന വിലയും ഉപഭോക്താവിന് ലഭിക്കുന്ന വിലയും തമ്മിലുള്ള അന്തരം നിശ്ചയിക്കുന്ന മാനദണ്ഡം എന്ത്? കൃഷിക്കാരന് 1 കിലോ കപ്പ ഉൽപ്പാദിപ്പിച്ചാൽ 15 രൂപ പോലും കൃഷിക്കാരന് കിട്ടുകയില്ല. 15 രൂപ കൃഷിക്കാരന് കൊടുക്കുമ്പം അവൻ 10 കിലോയ്ക്ക് 1 കിലോ കപ്പ കൂടുതലും കൊടുക്കണം. അപ്പോൾ അവനൊരു 13 രൂപ കിട്ടും. ഈ കപ്പ 35 രൂപയ്ക്ക് കടയിൽ വിൽക്കുമ്പം 20 രൂപൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവന്മാർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനല്ലേ? എന്ത് ചെയ്യും ഇവിടുത്തെ അളവ് തൂക്ക വിഭാഗം? ആ കുഞ്ഞച്ചന്മാർക്ക് ശമ്പളം കൊടുക്കുന്നതല്ലാതെ നാടിന് വേണ്ടി അവന്മാർ വല്ലതും ചെയ്യുന്നുണ്ടോ? ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് 13ഉം ഉപഭോക്താവിന് 35 കൊടുക്കുമ്പം ഇതിനിടയ്ക്ക് 10-22 രൂപ എതിലേ പോകുന്നു? നിങ്ങളതിന് മറുപടി പറയേണ്ടത്. ഭരണം എന്ന് പറയുന്നത് നെയ്മീൻ കൂട്ടി ചോറുണ്ടെന്നൊന്നുമല്ല, തീട്ടവണ്ടിയെ തൂറി മുഴുവൻ ലോകം മുഴുവൻ നടക്കുന്നതല്ല. നിങ്ങളിതിന് മറുപടി പറയണം. പിന്നെ ഭരിക്കുന്നവരുടെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില അന്വേഷിക്കുന്നില്ല? അതിൻ്റെ കൂട്ടത്തിൽ ഒരു ട്രാൻസ്പോർട്ടിങ് ചാർജ് കൂടിയല്ല ഇവിടെ വരുമ്പോൾ കൂടുതൽ വരുള്ളൂ. ഇവിടെ കിടക്കുന്നത് ശ്രീലങ്കക്കാരൊന്നും അല്ലല്ലോ, മലയാളികളല്ലേ. അവർക്കിത് ന്യായമായത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? ഈ ഇടനിലക്കാർ കൊണ്ടുപോകുന്ന എന്ന് പറഞ്ഞാൽ ഒരു ന്യായീകരണവും ഇല്ലാത്ത രീതി കൊണ്ടുപോകുന്ന തുകയെ എന്തുകൊണ്ട് നിങ്ങൾ നിയന്ത്രിക്കുന്നില്ല? എന്തുകൊണ്ട് തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഇതുപോലെ വില കയറി നിൽക്കുമ്പോൾ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് നിങ്ങൾ അതിവിടെ കൊണ്ടുവന്ന് ഇതൊന്നും പിടിച്ചു നിർത്തുന്നില്ല? അപ്പോൾ ചോദിക്കും കർഷകന് കിട്ടുന്നുണ്ടോ? കർഷകൻ എന്നാ കിട്ടുന്നതെന്നാണ് പറയുന്നത് ഇതിനകത്തുനിന്ന്. അല്ലെ കർഷകരൊന്ന് കയറി കമൻറ്റ് ഇട്ടേ, നിങ്ങൾക്ക് 1 കിലോ തേങ്ങ വിറ്റാൽ എന്നാ കിട്ടും, മാർക്കറ്റിൽ നിന്ന് മേടിച്ചാൽ എന്നാ വില കൊടുക്കണമെന്ന് കൊടുക്കുക, നിങ്ങൾ പറ. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിലവിൽ ഇവിടെ നിയമം ഇല്ലെങ്കിൽ നിയമം ഉണ്ടാക്കണം. നിയമം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേരള നിയമസഭയിലോട്ട് നടന്നിട്ട് തെരഞ്ഞെടുപ്പെന്നല്ലേ പറയുന്നത്, അല്ലാതെ കേരള മതത്തിൻ്റെ സഭ എന്നല്ലല്ലോ പറയുന്നത്. നിയമസഭ എന്ന് പറയുന്നത് നിയമമില്ല, നിയമം ഉണ്ടാക്കണം. സുപ്രീം കോടതി തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് നിരോധിച്ചു. തമിഴ്നാട് എന്നാ കാണിച്ചു? അവരവിടുത്തെ MLA മാരെല്ലാം കൂടി ഇരുന്ന് നിയമം ഉണ്ടാക്കി. അത് അവരെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അവരതെല്ലാം റെഡിയാക്കി കൊണ്ടിരുന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റിയല്ല, ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതാണ് കാര്യം, ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റുമെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇതിനൊന്നും നിയമമില്ല, നമ്മളിവിടെ ഉണ്ടാക്കണം. നിത്യോപയോഗ സാധനങ്ങളുടെ ഇന്നത്തെ സാഹചര്യം മാറുമ്പോൾ നിത്യോപയോഗ സാധനങ്ങൾ ഒരു മിനിമം വിലയ്ക്ക് കേരളത്തിൽ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നില്ലെങ്കിൽ കേരളം ഉപേക്ഷിച്ച് പോകുന്ന ആളുകളുടെ സംഖ്യ കൂടി വരിക. ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ആളുകളോട് ചോദിക്കുമ്പോൾ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് കേരളത്തിൽ ജീവിക്കാൻ മേല, എന്തെങ്കിലും നിർവാഹം ഉണ്ടെങ്കിൽ കേരളം വിട്ടുപോകൂ എന്ന് പറയുന്നവരുടെ എണ്ണം അനുദിനം കൂടി വരിക. നമ്മൾ ആളുകളോട് ചിന്തിക്കുമ്പോൾ ആളുകൾ പറയുന്നത് ഉള്ളത് വസ്തുക്കൾ ചില ഭൂമിയൊക്കെ ഉള്ളത് വിറ്റ് കിട്ടിയായിരുന്നേ പോയേക്കാമായിരുന്നു, കർണാടകത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ മറ്റ് സ്റ്റേറ്റുകളിലേക്കോ പോയേക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരിക. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ പലരോടും ചിന്തിച്ചു അവർ പറയാം ഒന്നും കൂടി LDF ഭരണമാണ് വരുന്നെങ്കിൽ ഇനി വിറ്റില്ലാലും വേണ്ടുകയില്ല, നാട് വിട്ടു പോയേക്കാമെന്ന്. അത്രയും സന്തോഷമായി ആളുകൾക്ക്. കാരണം ജനത്തിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെന്നായി. പിടിച്ച് പറിക്കുകയല്ലേ, പിടിച്ച് പറിച്ചല്ലേ ഉണ്ടാക്കുന്നത്. ഞാനീ പറയുമ്പോൾ നിങ്ങൾ മലയാളി എന്ന രീതി കാണണം കേട്ടോ. നിങ്ങൾ പാർട്ടിക്കാരെന്ന രീതി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ശത്രുത തോന്നും. പക്ഷേ ഇതാ യാഥാർത്ഥ്യം. ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് നമ്മുടെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകുന്നവർ ചിന്തിച്ച് തുടങ്ങിയാൽ അവരവരുടെ സമപ്രായക്കാരോടും അവരുടെ ബന്ധുക്കാരോടും ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഓരോ ദിവസം കൊണ്ട് ഇവിടുന്ന് ഓരോന്ന് വിട്ടുപോകും. എല്ലാം പോയി കഴിയുമ്പോൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഒരു പറമ്പ് ഇങ്ങനെ കിടന്നിട്ട് അല്ലെ കുറച്ച് മണ്ണ് ഇവിടെ കിടന്നതുകൊണ്ട് മലയാളി എന്ന ഒരു സമൂഹം ഒന്നും ഇവിടെ കാണുകയില്ല എന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും പൊതുസമൂഹവും അറിഞ്ഞാൽ കൊള്ളാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.